Hi friends, welcome back to my channel. ഞാൻ സഫ്വാൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ ആണ്, പ്രൊജക്ടറിന്റെ റിവ്യൂ. നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു പ്രൊജക്ടറിന്റെ റിവ്യൂ. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ അവനാണ് ഇതെനിക്ക് പരിചയപ്പെടുത്തിയത്. അപ്പം പറഞ്ഞു ഇത് ആണെന്ന് കൊണ്ടിട്ട് റിവ്യൂ ചെയ്തെന്ന് പറഞ്ഞു. അതിൻ്റെ ക്വാളിറ്റി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പ്രൊജക്ടർ ഇതാണ്. ബൊറിഗോ എന്ന കമ്പനിയാണ്, ഒരു ചൈനീസ് ബ്രാൻഡാണ് കമ്പനി എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ഒരു സൈസ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു മൊബൈൽ ഫോണിൻ്റെ സൈസ് മാത്രമാണ് ഈ ഒരു പ്രൊജക്ടർ എന്ന് പറയുന്നത്. മുകൾ വശത്ത് നോക്കുകയാണെങ്കിൽ കുറേ ടച്ച് പാനൽസ് ഒക്കെ നമുക്ക് കാണാം. അതൊക്കെ ടച്ച് തന്നെയാണ്. നമുക്കിത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ട് വശത്ത് തന്നെ പ്രൊജക്ടർ കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സെൻസറാണ് കൊടുത്തത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചുമരിലേക്ക് അടിക്കുന്ന സമയം ഇതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ മുകളിലേക്കും താഴേക്കും ആക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് ആവും. ഫോക്കസിങ് നമ്മൾ ചെയ്യണം. അതിന് പുറത്തൊരു ചെറിയ ഗ്രില്ല് കാണാം, അത് ഹീറ്റ് പോകാനാണ്. പിന്നെ സൈഡ് വശത്തേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടോഗിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു ഹീറ്റ് സിങ്കിൻ്റെ ഔട്ട് പോകാനുള്ള ഗ്രില്ല് കാണാം. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്, മൈക്രോ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ട്. പിൻവശത്തായിട്ടും ചെറിയൊരു ഗ്രില്ല് കാണാം, ഹീറ്റ് പോകുന്നതിന് വേണ്ടി തന്നെയാണ്. അതിന് തൊട്ടുപുറയായിട്ട് 3.5 mm ജാക്ക് കണക്റ്റ് കാണാം. ഇപ്പുറത്തായിട്ട് കുറേ കണക്ഷൻസ് ഉണ്ട്. വലതുവശത്തായിട്ട് ഒരു HDMI പോർട്ട് ഇന്നുണ്ട്. അതിന് തൊട്ടുപുറത്തായിട്ട് DC ചാർജ് ഇന്ന് കൊടുക്കാനുള്ള പോർട്ട്. പിന്നെ ഒരു USB 1, USB 2 എന്നിങ്ങനെ 2 USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടണാണ് സ്ലൈഡിങ്ങിനുള്ള ബട്ടൺ. ഇത് ഓണും ഓഫാണ്. ഈ ഒരു പ്രൊജക്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള പെട്ടെന്നുള്ള ആ ഒരു ബട്ടണാണ് ഓൺ ഓഫ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സിംഗിൾ ബട്ടണായിട്ടും ഓൺ ഓഫ് കൊടുക്കുന്നുണ്ട്. താഴ്വശത്തായിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ, അതുപോലെ തന്നെ നമുക്കിത് പ്രൊജക്ടർ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു ഹോൾഡർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളശത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വോളിയം അപ്പ്, അതുപോലെ തന്നെ ഡൗണ്, പിന്നെ ഒരു സെൻട്രൽ ഓക്കെ ബട്ടണും പിന്നെ ആരോ ബട്ടൺസ് 4 വശത്തേക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാനുവൽ ബട്ടണ്, അതുപോലെ തന്നെ ഒരു ഹോമിലേക്ക് വരാനുള്ള ബട്ടണ്, ഒരു ബാക്ക് ബട്ടണ്. പിന്നെ അതിന് തൊട്ടുപുറത്ത് കാണുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മൗസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സെൻറ്റർ ഭാഗം മൊത്തമായിട്ട് നമുക്ക് ഒരു മൗസായിട്ട് നീക്കിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സിംഗിൾ പ്രസ്സിൽ ഇത് ഓക്കെ ആയിക്കൊണ്ടൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ ഒരു റിമോട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അവൻ തന്നപ്പോൾ എനിക്ക് റിമോട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വയ്യ. ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ റിമോട്ട് കണ്ടത്. ഏകദേശം ഈ ഒരു പ്രൊജക്ടറിന് വില വരുന്നത് 12,000 രൂപയാണ് കേട്ടോ. വീഡിയോ ക്വാളിറ്റി ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ 4K എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 4K ക്വാളിറ്റിയിലെങ്കിലും ഇതിൻ്റെ ബ്രൈറ്റ്നസ് ആണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത് കേട്ടോ. 1000 ലൂമിൻ പവറാണ് ബ്രൈറ്റ്നസ് വരുന്നത്. നല്ല ബ്രൈറ്റ്നസ് എന്ന് തന്നെ വേണം പറയാം. ഈ ഒരു റേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പ്രൊജക്ടറിൽ ഹീറ്റും കാര്യങ്ങളൊന്നും വല്ലാതെ ഇല്ല കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ ലൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഡാർക്കാണെന്നില്ല, ഒന്നും പറയണ്ട. നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു മിനി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. ഒരു ചാർജർ ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. നോർമൽ 5 വോൾട്ട് 3 ആംപിയറിൻ്റെ ചാർജറാണ്. അതിൻ്റെ അറ്റം വരുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പാണ്. നമ്മുടെ ടൈപ്പ് സിയോ അല്ലെങ്കിൽ മൈക്രോ USB ഒന്നും കൊടുത്തിട്ടില്ല. നോർമൽ ചാർജറാണ് ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വീഡിയോ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതിപ്പോൾ അവൻ വാങ്ങിയത് പുറത്തുനിന്നാണ്. ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയപ്പോൾ 12,000 രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ കണ്ടത്. പ്രൊജക്ടറിൻ്റെ സൈസ് കൂടി നമ്മൾ കണക്കിലാക്കാം. നമുക്ക് ക്യാരി ചെയ്ത് നടക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം പറ്റ ചെറുതാണ്. നമുക്ക് പോക്കറ്റിലൊക്കെ കൊള്ളും. സാധാരണ ഒരു ഫോണിൻ്റെ സൈസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പോക്കറ്റിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കൊണ്ട് ചെയ്ത് നടക്കാം. അതുപോലെ തന്നെ ഈ ഒരു ട്രൈപോഡും വളരെ ചെറുതാണ്. ഇതിൽ വെച്ച് നമുക്ക് വീഡിയോസൊക്കെ സുഖമായിട്ട് കാണാം. ഒരു ഇൻബിൽഡ് സ്പീക്കർ സിസ്റ്റം ഇതിൻ്റെ താഴ്വശത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയിൽ നമുക്കിതിൽ മ്യൂസിക് കേൾക്കാം. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിലുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും നമുക്ക് സ്ക്രീൻ മിററിങ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുമൂലം നമുക്ക് ഫോൺ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിലൂടെ മിറർ ചെയ്ത് വീഡിയോസോ അല്ലെങ്കിൽ മൂവീസൊക്കെ കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് 9 ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ 1 GB റാം, 8 GB ഇന്റേണൽ സ്റ്റോറേജ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതിൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയുള്ളതൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും.
കുറേ അധികം ഓപ്ഷൻസ് നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ഓൺ ആക്കുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. ഇതൊരു ആൻഡ്രോയിഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ആൻഡ്രോയിഡിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.